ശ്രവൺ നമ്മൾ കണ്ട് നമ്മുടെ മനസ്സിൽ എന്നും എപ്പോഴും ചിന്തിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ നൂറയും ആദിലയും ഫൈസൽക്കാട് ഈ ഹൗസ് വാമിംഗിൽ എത്തുകയാണ്. നമുക്ക് സന്തോഷത്തോടു കൂടി തന്നെ സെൻസേഷൻ താരങ്ങളാണ് ബിഗ് ബോസ് 7ന്റെ. രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മലബാർ ജ്വല്ലറി ഡയറക്ടർ ഫൈസൽക്ക ഇവിടെ വീട്ടിൽ കൂടുതലുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഒഴിപ്പിക്കുകയാണല്ലോ. അദ്ദേഹത്തെ അനുകൂലിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ എതിർത്തുകൊണ്ടുമാണ് കൂടുതലും വീഡിയോകളും അതുപോലെ തന്നെ പോസ്റ്റുകളും ഒക്കെ കാണുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടലിന് വേണ്ടിയിട്ട് ലെസ്ബിയൻ ദമ്പതിമാരായ ആദിലയും നൂറയും പങ്കെടുക്കുകയും പിന്നീട് അതൊരു വിവാദമായപ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയും ഞാൻ അറിവോടുകൂടി ചെയ്ത കാര്യമല്ല എന്നുള്ള രീതിയിലൊക്കെ പിന്നീട് ആ പോസ്റ്റ് മുക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ട് വന്നത്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ പരിപാടിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടൽ പരിപാടിക്ക് ഒരുപക്ഷെ ഇവന്റ് മാനേജ്മെന്റ് വിളിച്ച സെലിബ്രിറ്റികളായിരിക്കാം. അപ്പൊ ആ പരിപാടിക്ക് സിനിമ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളുള്ളവരൊക്കെ പങ്കെടുത്തുള്ള ഒരു വലിയ പരിപാടിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടൽ ചടങ്ങ്. ഇതാണ് ഇപ്പോൾ ഒരു വിവാദത്തിലേക്ക് വഴിതെളിയിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ പങ്കെടുത്ത സെലിബ്രിറ്റികളൊക്കെ കാശ് കൊടുത്തിട്ടായിരിക്കാം ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാകാം. അതായത് ഇവർക്ക് വിളിക്കാനും മറ്റുമൊക്കെ ഒരു ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ ഈ ആദരവും നൂറും ഒക്കെ ഉൾക്കൊള്ളിട്ടുണ്ടാകാം. അപ്പൊ ഇതാണ് അതിഥികളെ ക്ഷണിച്ചു വരുത്തി അപമാനിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു വിവാദം ചർച്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. ഇവിടെ ഇത്തരമുള്ള രീതിയിൽ അദ്ദേഹം ഒരു പരിപാടി നടത്തിയിട്ടുണ്ടാകാം സമൂഹത്തിൽ ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടാകാം. പണം പറഞ്ഞിട്ടാണെങ്കിൽ തന്നെ സമൂഹത്തിൽ ഞാൻ നാലാള് അറിയപ്പെടണം എന്നുള്ള ഒരു ചിന്ത. പക്ഷെ ഇവിടെ ഏറ്റവും അദ്ദേഹത്തിന് വിനിയായിട്ട് മാറിയിട്ടാണുള്ളത്. ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഏത് മേഖലയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇവരെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ്. ഇവർ അതിഥികളെ ക്ഷണിച്ചു വരുത്തി അപമാനിച്ചു, അവർ അങ്ങനെ ചെയ്തു, ഇവർ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പരാമർശങ്ങളാണ് കൂടുതലും നടക്കുന്നത്. എന്തിന്റെ ആവശ്യത്തിനാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടി നടത്തിയത്? നമ്മൾ പണം പറഞ്ഞിട്ട് പവർ വരുത്തിക്കുക എന്നുള്ള രീതിയിലാണല്ലോ. അപ്പൊ ഇദ്ദേഹം ആഗ്രഹിച്ചത് ആ രീതിയിലാണ്. അതുകൊണ്ടാണല്ലോ പല സിനിമാ മേഖലയിലെ നടന്മാരൊക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവർക്കൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടി നല്ലൊരു കാശ് അങ്ങോട്ട് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഇവർ പരിപാടിയിൽ പങ്കെടുക്കുകയുള്ളൂ. അവർക്ക് നല്ല ഭക്ഷണവും അവർക്ക് നല്ലൊരു ആദിത്യം മര്യാദകളൊക്കെ കാണിച്ചു കൊടുക്കുകയും അതോടൊപ്പം നല്ലൊരു കാശും കൂടി കൊടുത്തു കഴിഞ്ഞാല് ഈ സിനിമ സെലിബ്രിറ്റികളായിട്ടുള്ള നടന്മാരൊക്കെ പങ്കെടുക്കുക. അപ്പൊ ഈ കാശും കൊടുത്തിട്ട് ഈ കടിക്കുന്ന പട്ടിക വാങ്ങിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് ഒരു വീട്ടിൽ കൂടൽ നടത്തിയതിന്റെ പേരിൽ അദ്ദേഹം സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെട്ടിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിപ്പെട്ടുള്ളത്. ആ രീതിയിലേക്കാണ് സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ പരാമർശിക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. കാരണം അദ്ദേഹം ഈ ആദിലയും നൂറയും നേരിട്ട് ക്ഷണിച്ചതാണോ അതല്ല ഞാൻ നേരത്തെ പരാമർശിച്ചത് ഇവന്റ് മാനേജ്മെന്റ് ക്ഷണിച്ചതാണോ എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഇവന്റ് മാനേജ്മെന്റ് ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ് ആണല്ലോ. അവർക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെ ഈ രീതിയിലാണ്, ഏത് സെറ്റപ്പിലാണ്, ഏത് സെലിബ്രിറ്റിയാണ്, ആരെയാണ് ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇന്ന് പരിപാടികൾ. ഇപ്പൊ മലയാളിമാരുടെ രീതി അങ്ങനെയാണല്ലോ. ഇപ്പൊ വലിയ വലിയ ഫംഗ്ഷനൊക്കെ അങ്ങനെയാണ് ഇവന്റ് മാനേജ്മെന്റ്. ഇപ്പൊ കല്യാണം വീട്ടിൽ കൂടുതൽ മാത്രമല്ല, മരണാന്തര ചടങ്ങ് വരെ ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന രീതിയിലേക്ക് എത്തിപ്പെട്ടു എന്നതാണ്. നമ്മൾക്കൊരു ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാരെ, നമ്മളെ കുടുംബങ്ങളെ, നമ്മളെ ബന്ധങ്ങളെ, നമ്മളെ അയൽവാസികളെ ഒക്കെ ക്ഷണിച്ച് ഒരു പരിമിതമായ രീതിയിൽ നടത്തുമ്പോൾ ആ പരിപാടിയാണ് ഏറ്റവും വലിയ ഉചിതം. അങ്ങനെയുള്ള ഒരു രീതിയിൽ ഈ പരിപാടി നടത്തിയെങ്കിൽ ഇദ്ദേഹം ഇത്തരം രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആയിരുന്നില്ല. അതുകൊണ്ട് ഈ സംഭവം മറ്റുള്ളവർ ഒരു പാഠമായി ഉൾക്കൊള്ളുന്നത് നന്നായിരിക്കും.